ഞങ്ങൾ ഇതാരോടും പറയുന്നില്ല, ഞങ്ങൾ ആരെയും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ഇവിടെ സന്തോഷ് ജോർജ് കുളങ്ങര ഈ ഒരു ഇന്റർവ്യൂവിൻ്റെ അകത്ത് അദ്ദേഹം സംസാരിക്കുമ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര ഇസ്ലാമിനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഹിന്ദു മതത്തെ ഒന്നും പറഞ്ഞിട്ടില്ല, ക്രൈസ്തവ മതത്തെയും ഈ 3 മതത്തെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. എന്നിട്ട് നിനക്കൊക്കെ ആ കിണറിന്റെ അടപ്പിട നിന്റെ ശാസ്ത്രത്തിന് കഴിഞ്ഞില്ലേ? ആ കൊച്ചു വീണനിഞ്ഞ് ദൈവം മോളിൽ നിറങ്ങുമെന്ന് അടപ്പിട്ട് ഇറങ്ങുമായിരിക്കും. അത് പാപമാണെന്നല്ല പറഞ്ഞത്. മിങ്കൽ ചെയ്തിട്ടുള്ള സമ്മിശ്രമായി ആണും പെണ്ണും അന്യ സ്ത്രീയും പുരുഷനും മിങ്കലായിട്ടുള്ള ഇടകലർന്നിട്ടുള്ള ഏതൊരു അഭ്യാസ മുറകളും തെറ്റാണെന്ന് പറഞ്ഞത്. ഞങ്ങളുടെ ഭാര്യമാരെ അത്തരം ഒരു കാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, അവർക്കും താല്പര്യമില്ല. ഇസ്ലാമിന്റെ ഹൈന്ദവ സംസ്കാരത്തെ, ഹൈന്ദവ മതത്തിനെ നോക്കി അതിനകത്ത് നല്ല ശതമാനം ആളുകളും ഈ ലിബറലായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് കൃത്യമായി ഒരു സ്ട്രക്ചർ ഇല്ല. ഈ മതപുരോഹിതര് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കഷ്ടപ്പെടുക അവനവൻ്റെ മതത്തെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടി. കാലഘട്ടം മാറുന്നതനുസരിച്ച് മതത്തിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങനെ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയെല്ലാം ഒന്ന് സംരക്ഷിച്ച് നിർത്തണം. അതിനുവേണ്ടി ക്രൈസ്തവ മതക്കാരും ഹൈന്ദവ മതക്കാരും ഇസ്ലാം മതക്കാരൊക്കെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം ഇസ്ലാം മതത്തെ സംരക്ഷിക്കാൻ വേണ്ടി കാവലാളായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ മതം അല്ലെ ആ മതത്തിൻ്റെ ഏതെല്ലാം കാര്യത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഒരു ബുക്കും തുറന്ന് വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് വെച്ച് ബുക്കിങ്ങ് മുട്ടക്കിയിട്ട് കാര്യങ്ങൾ പറയും, അല്ലെ പുള്ളി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഈ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഇരയായിട്ട് പുള്ളി കൊളുത്തിയെടുത്തിരിക്കുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. മറ്റുള്ളവരുടെ ആശയങ്ങളെ കൊളുത്തിയെടുത്ത് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം മതവിശ്വാസികൾക്ക് മുമ്പിൽ ആശയങ്ങളെ വലിച്ചു കയറും. ഒരു 2 വയസ്സുകാരൻ കുഴൽക്കിണറിൽ വീണ് 48 മണിക്കൂർ നേരം ജീവന് വേണ്ടി യാചിച്ച് അവൻ ഒന്നും ചെയ്യാൻ പറ്റാതെ അനങ്ങാൻ പറ്റാത്ത ഒരു കുഴൽക്കിണറിനകത്ത് ശ്വാസം പോലും കിട്ടാതെ 2 മണിക്കൂർ ഇഞ്ചിഞ്ചായി മരിച്ചു പോകുന്നു. ദൈവം ആരെ ശിക്ഷിച്ചത്? ഇവൻ എന്ത് പറ്റിയത്? ഇങ്ങനെയുള്ള കണ്ടുനിൽക്കുന്ന ഒരാളെയാണോ നിങ്ങൾ പരമകാരനെന്ന് വിളിക്കുന്നത്? കിണർ കുടിച്ചതാരാ? മനുഷ്യൻ. എന്തുപയോഗിച്ചാൽ കുടിച്ചത്? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്. എന്നിട്ട് നിനക്കൊക്കെ ആ കിണറിന്റെ അടപ്പിട നിന്റെ ശാസ്ത്രത്തിന് കഴിഞ്ഞില്ലേ? ആ കൊച്ചു വീണനിഞ്ഞ് ദൈവം മോളിൽ ഇറങ്ങുമെന്ന് അടപ്പിട്ട് ഇറങ്ങുമായിരിക്കും. എന്നിട്ട് നിനക്കൊക്കെ ആ കിണറിന്റെ അടപ്പിട നിന്റെ ശാസ്ത്രത്തിന് കഴിഞ്ഞില്ലേ? ആ കൊച്ചു വീണനിഞ്ഞ് ദൈവം മോളിൽ ഇറങ്ങുമെന്ന് അടപ്പിട്ട് ഇറങ്ങുമായിരിക്കും. അതോടുകൂടി നമ്മളെല്ലാം മതവിശ്വാസികളാവും. വല്ലാത്ത സാധനം. നിങ്ങൾ ഇന്ന് തേണ്ടിനെ കാണിക്കുമ്പോൾ ഇവിടെ ശിക്ഷിക്കുക. തോന്നിയാസം കാണിക്കുന്നവരെ ദൈവം ഇവിടെ ശിക്ഷിച്ച് കാണിച്ചു കൊടുക്കട്ടെ. അതിനേക്കാളും നല്ലതല്ലേ സന്തോഷ് സാറേ ഈ മനുഷ്യരെല്ലാം ദൈവം പാപരഹിതരാക്കി സൃഷ്ടിച്ചിരുന്നെങ്കിൽ അവർ അധർമ്മം ചെയ്യത്തില്ലല്ലോ. കാരണം കൊണ്ട് ശിക്ഷിക്കേണ്ടതില്ല. സന്തോഷ് സാറേ ഒരു കാര്യം മനസ്സിലാക്കുക. അങ്ങ് പറഞ്ഞല്ലോ എന്തിനാണ് ഈ ചെറിയ കുട്ടിയെ ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ലോകത്ത് ഒരു ചെറിയ കുട്ടി മാത്രമല്ലോ മരണപ്പെടുന്നത്. ഓരോ ദിവസവും ഒരു അപകടത്തിൽപ്പെടാതെ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെടുന്നില്ലേ? ഒരു മാസം ലക്ഷങ്ങൾ മരണപ്പെടുന്നില്ലേ? ഒരു വർഷമാകുമ്പോഴത്തേക്കും മില്യൺ കണക്കിന് ആളുകൾ മരണപ്പെടുന്നില്ലേ? ഈ അപകടത്തിൽ മരണപ്പെടാൻ നമ്മൾ ജീവിക്കുന്നവർ നമ്മുടെ മികവുകൊണ്ട് ജീവിക്കുന്നതാണോ? മരണപ്പെടുന്നവർ അവരുടെ അശക്തി കൊണ്ട് മരണപ്പെടുന്നതാണോ? ഒന്നുമല്ല. നമുക്ക് വ്യക്തമായി എന്ന് ജനിക്കണം എന്ന് മരിക്കണം എന്നൊക്കെ ഒരു തീരുമാനം നമ്മുടെ പിന്നിലുണ്ട്. അത് നമ്മൾ ആരും തീരുമാനിക്കുന്ന കാര്യമല്ല. അതിന്റെ പിന്നിൽ നമ്മുടെ നിയന്ത്രണം ഏറ്റെടുത്ത സൃഷ്ടാവായ ഹാലിക്കായുണ്ട്. ഒരു കുട്ടി മരിക്കുന്നു, നിനക്കറിയാം ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് പോളിയോ എടുക്കും. ഒരു സൂചിയാണ് കുഞ്ഞിളം പൈതലിന്റെ തുടയിലേക്കോ അല്ലെങ്കിൽ ശരീരത്തിന്റെ കൈത്തോളിലേക്കോ കുത്തിക്കേറ്റുന്നത്. നോക്കുമ്പോൾ അത് വലിയ ഒരു ക്രൂരതയായിട്ടൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അതിന്റെ പരിണിത ഫലം ഒന്ന് വേറെയാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയാണ്, ഒരാളുടെ മരണാനന്തരമാണ് അയാളെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു കുഞ്ഞ് മരണപ്പെടുന്നുവെങ്കിൽ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ സൃഷ്ടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതിന്റെ പിന്നിൽ പരമമായ മറ്റു പല രക്ഷകളുണ്ട്. അത് നമ്മൾ സാധാരണക്കാരായ സൃഷ്ടികളെ ബുദ്ധി വെച്ച് അനുമാനിച്ചാൽ അതിനൊന്നും ഒരു ഉത്തരം കിട്ടില്ല. പണ്ടത്തെ പറഞ്ഞു ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മരണാനന്തരമാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. അവിടെ ദൈവത്തിന് വിചാരണയുണ്ട്. 50-60 വയസ്സുകാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ അവന്റെ ആയുസിൽ എന്ത് ചെയ്തു എന്ന ചോദ്യമുണ്ട്. അതേസമയം ഒരു കുഞ്ഞിളം പൈതൽ ബാല്യത്തിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവന്റെ വാസസ്ഥലം ശാശ്വതമായ സ്വർഗ്ഗമാണ്. ഞാൻ അതിനപ്പുറമൊക്കെ എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത്, കോടിക്കണക്കിന് മനുഷ്യർ മരണപ്പെടുന്നുണ്ടല്ലോ. ഈ ദൈവവിശ്വാസം പൂർണ്ണമായിട്ട് നമ്മൾ നിരാകരിക്കാൻ ദൈവമില്ല എന്ന് ഒരു വാദത്തിന് വേണ്ടി സംബന്ധിച്ചു തന്നാൽ ഈ മരണത്തിനൊക്കെ നിങ്ങൾ ആരോടായിരിക്കും ഉത്തരവാദിത്തം പറയുന്നത്? മതപുരോഹിതനെന്നും ഉസ്താദ് എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം. സന്തോഷ് ജോർജ് കുളങ്ങരയെ വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ പൊട്ടക്കുളത്തിൽ കിടക്കുന്ന തവളയുടെ അവസ്ഥയാണ് ഈ രാഷ്ട്രീയ അടിമയ്ക്കും മത അടിമയ്ക്കും. അവർക്ക് അവരുടെ രാഷ്ട്രീയം, അവരുടെ പ്രസ്ഥാനങ്ങൾ പറയുന്ന കാര്യങ്ങൾ ക്യാപ്സൂളായിട്ട് വിഴുങ്ങാനേ പറ്റുള്ളൂ. മത അടിമകൾ അവരും മതഗ്രന്ഥങ്ങളിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അതേപടി ക്യാപ്സൂളായിട്ട് വിഴുങ്ങുക. അവർ ചിന്തിക്കാൻ ശ്രമിക്കാറുമില്ല. അവർക്കത് മതി, അതങ്ങനെയാണ് എന്ന് സ്വയം വിശ്വസിക്കുകയും മറ്റുള്ളവരിലോട്ട് ഈ ആശയം എത്തിക്കാനോട് നോക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. ഇദ്ദേഹം ഇപ്പം ഇസ്ലാം മതത്തിൻ്റെ സംരക്ഷകനായിട്ട് സോഷ്യൽ മീഡിയ നടക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇയാളെ ഫോളോ ചെയ്യുന്നത് കൂടുതലും തീവ്രമായ ഇസ്ലാം മതവിശ്വാസികളാണ്. ഇസ്ലാം മതവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്ത സോഷ്യൽ മീഡിയയിലോ മുഖ്യധാര മാധ്യമത്തിലോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുക, അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് ആരെങ്കിലും കമന്റ് ബോക്സിൽ ഇടുക ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും ഇസ്ലാം മതവിശ്വാസികൾ പറയുന്നൊരു കാര്യമാണ്, ഇത് ഞങ്ങളുടെ കൂട്ടരോട് പറഞ്ഞ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നുണ്ടോ? ഇല്ല, നിങ്ങളുടെ ആണോ? ഇദ്ദേഹം ഏഷ്യാനെറ്റിന്റെ ഒരു ചർച്ചയിൽ വന്നപ്പോൾ സംസാരിച്ച ഇവിടെ കൊടുക്കാം. ഞാൻ ചോദിച്ചത് പൊതുസ്ഥലത്ത് അത് കടപ്പുറമാകാം, ഒരു ഗ്രൗണ്ട് ആകാം, അവിടെ 50 വയസ്സ് കഴിഞ്ഞവരിൽ ഭൂരിപക്ഷം പേര് അല്ലെങ്കിൽ വിവിധ പ്രായത്തിലുള്ളവരായിക്കോട്ടെ അവരൊരു മാസ് ഡ്രിൽ നടത്തുന്നു. അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി വ്യായാമം ചെയ്യുന്നു. ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞു വരുന്നത്. ഞാൻ ആ വിഷയത്തിലേക്ക് പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഇടയ്ക്കേറി ആ ചർച്ച നിങ്ങൾ മുടക്കരുത്. അന്യ സ്ത്രീയും പുരുഷനും ഇടകലർന്നുകൊണ്ടുള്ള ഏത് തരത്തിലുള്ള വിക്രയങ്ങളാണെങ്കിലും ഇസ്ലാം അതിനെ എതിർക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാം അത് തെറ്റാണെന്ന് പറഞ്ഞു. ആ നിലപാട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞത് തന്റെ അണികളോടാണ്.
ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയുന്നത് പണ്ഡിതന്മാരാണ്. അത് പറയുന്നത് ഇസ്ലാം ഫോളോ ചെയ്യുന്ന മുസ്ലിങ്ങളാണ്. അത് ഉൾക്കൊള്ളുന്നവർ ഉൾക്കൊള്ളുകയും തിരസ്കരിക്കുന്നവർ തിരസ്കരിക്കാൻ കഴിയും. കാന്തപുരം ഉസ്താദ് പറഞ്ഞത് തന്റെ അണികളോടാണ്. ഇവിടെ വി പി ഷിനാസ് അടക്കമുള്ള വി പി സുഹറ അടക്കമുള്ള സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീപക്ഷ സംസാരം നടത്തുന്ന അഭിനവ നവോത്ഥാന നായകർ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾ കാന്തപുരം സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തതോളം എന്തെങ്കിലും പറയാൻ കഴിയും? എന്തെങ്കിലും പറയാൻ കാണും? എടുക്കുകയാണെങ്കിൽ എന്തെല്ലാം വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി, സ്ത്രീകൾക്ക് വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. ഞാൻ കാന്തപുരത്തിന്റെ ജീവിതത്തെ കുറിച്ചല്ല താങ്കളോട് ചോദിച്ചത്. താങ്കളോട് ചോദിച്ചത് പൊതുസ്ഥലത്ത് സ്ത്രീ പുരുഷനും വ്യായാമം പരിശീലിക്കുന്നത് എന്താണ് തെറ്റ്? അപ്പോൾ താങ്കൾ പറഞ്ഞു അന്യ പുരുഷനും സ്ത്രീയും ഒരിടത്ത് ഉണ്ടാകുന്നത് ഇസ്ലാം അനുകൂലിക്കുന്നില്ല. എന്റെ ഒരു സംശയം ചോദിക്കട്ടെ, എന്റെ ഒരു സംശയം. ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നു, അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്ക് പ്രത്യേക ഇരിക്കണമല്ലോ. NCCയിൽ കുട്ടികൾ ഒന്നിച്ച് മാസ്റ്ററിൽ നടത്തുന്നു, അവിടെ സ്ത്രീകളും കുട്ടികളും അല്ലെങ്കിൽ ആണും പെണ്ണും ഒന്നിച്ച് നിന്ന് പ്രാക്ടീസ് ചെയ്ത പ്രശ്നമുണ്ടോ? നമ്മുടെ പോലീസിൽ പരേഡ് നടക്കുന്നു, നമ്മുടെ സൈന്യത്തിൽ പരിശീലനം നടക്കുന്നു. ഇവിടെയൊക്കെ പുരുഷന്റെ സാന്നിധ്യത്തിൽ ഒരു പൊതുസ്ഥലത്ത് ഒരു സ്ത്രീ വ്യായാമം നടത്തുകയോ അല്ലെങ്കിൽ ഒരു പരേഡ് പ്രാക്ടീസ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി അവർ മതവിരുദ്ധരായി മാറി. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇസ്ലാമിക മതപണ്ഡിതന്മാർ പറയട്ടെ. അതല്ലേ വേണ്ട. സംശയം ചോദിക്കട്ടെ, ഏത് നൂറ്റാണ്ടിലാണ് എന്ന് ചോദിച്ചല്ലോ. ഞാനത് ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ മിക്സഡ് ഡബിൾസിൽ സാനിയ വർസയും ഒപ്പണ്ണ സഖ്യവും അതേപോലെ പലരും രാജ്യത്തിന് മെഡൽ വാങ്ങി തന്നതിന് ശേഷമുള്ള കാലത്താണ് നമ്മൾ ഇതിനെ സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? അത്തരം കായിക ഇനങ്ങൾ ലോകരാജ്യങ്ങൾ മതനിയമം നിലനിൽക്കുന്ന രാജ്യങ്ങളടക്കം അംഗീകരിച്ച് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആയോധന കലകളിലോ അല്ലെങ്കിൽ കായിക അഭ്യാസങ്ങളിലോ ഒന്നിച്ചു പങ്കെടുക്കുന്നത് നിയമപരമായി ശരിയെന്ന് നിലനിൽക്കുന്ന ഒരു ലോകക്രമത്തിൽ ഇരുന്നുകൊണ്ടാണ്. അത് മതശാസ്ത്രം അതിന് വിരുദ്ധമാണ് എന്ന് നിങ്ങൾ പറയുന്നത് യുക്തിയാണ് ചോദിച്ചത്. പറയുന്നത് നിങ്ങൾക്ക് അവകാശം ഉണ്ടായിരിക്കും, പക്ഷേ എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ, എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത് ഇസ്ലാം അല്ല സുരേഷ് ചോദിക്കാണ് ഇസ്ലാം കലകൾക്കും ആരോഗ്യ സംരക്ഷണ കായിക പദ്ധതികൾക്കും എതിരാണ് എന്നൊരു വാദം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ വല്ല ഉണ്ടോ? എന്നോട് ചോദിക്കുന്നത് ഇസ്ലാം മാസത്തിൽ നടത്തിയ അത് പാപമാണെന്ന് പറഞ്ഞ മതപണ്ഡിതരോട് ചോദിക്കൂ. അല്ല നിങ്ങൾ അത് പാപമാണെന്നല്ല പറഞ്ഞത്. മിങ്കർ ചെയ്തിട്ടുള്ള സമ്മിശ്രമായി ആണും പെണ്ണും അന്യ സ്ത്രീയും പുരുഷനും മിങ്കറായിട്ടുള്ള ഇടകലർന്നിട്ടുള്ള ഏതൊരു അഭ്യാസ മുറകളും തെറ്റാണെന്ന് പറഞ്ഞത്. അത് പാപമാണെന്നല്ല പറഞ്ഞത്. മിങ്കർ ചെയ്തിട്ടുള്ള സമ്മിശ്രമായി ആണും പെണ്ണും അന്യ സ്ത്രീയും പുരുഷനും മിങ്കറായിട്ടുള്ള ഇടകലർന്നിട്ടുള്ള ഏതൊരു അഭ്യാസ മുറകളും തെറ്റാണെന്ന് പറഞ്ഞത്. ഇസ്ലാം ആരും അങ്ങനെ എങ്ങനെ മനുഷ്യർ ജീവിക്കും? നിങ്ങൾ ഇപ്പോഴും കേരളത്തിൽ 16% മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിൽ തന്നെ നമ്മൾ പോപ്പുലേഷൻ ഷെയർ നോക്കിയാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം മതവിശ്വാസികൾ താമസിക്കുന്ന ഒരു നാടാണ്. അവിടെ മുസ്ലിം മതപണ്ഡിതർ പറയാണ് ആളുകളുമായി സംസാരിക്കുന്നത് പോലും അദ്ദേഹം പറഞ്ഞാൽ കൂടുതൽ സംസാരിക്കുന്നത് ഇടപെടുന്നത് ഒരു വ്യായാമം ഒരു ഗ്രൗണ്ടിൽ ഒന്നിച്ച് ചെയ്താൽ അത് നിങ്ങളുടെ മതവിശ്വാസ പ്രകാരം പാപമാണെന്നാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. സാറേ ഈ ഒന്നിച്ച് നിന്ന് അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ഇവർ ഈ ആരോഗ്യ സംരക്ഷണം കാണിക്കുന്ന ഈ പ്രക്രിയ ഇത് ഈ വാട്സ്ആപ്പ് മുഴുവൻ ചെയ്യുന്നില്ലല്ലോ. അവർ വ്യായാമമല്ലേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ കാണുന്നില്ലേ? അതൊരു പൊതുവിടത്തല്ലേ? ഞങ്ങളുടെ ഭാര്യമാരെ അത്തരം ഒരു കാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, അവർക്കും താല്പര്യമില്ല. ഇസ്ലാമിന്റെ ഞങ്ങളുടെ ഭാര്യമാരെ അത്തരം ഒരു കാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, അവർക്കും താല്പര്യമില്ല. ഇസ്ലാമിന്റെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ വിടാതിരിക്കുന്ന സ്വാതന്ത്ര്യം. പക്ഷേ നിങ്ങൾ ചെയ്യാൻ മതത്തിന്റെ പേരിൽ പുരോഹിതന്റെ പേരിൽ പുരോഹിത വചനത്തിന്റെ പേരിൽ അത് സമൂഹത്തിലേക്ക് സന്ദേശമായി താഴേക്ക് കൊടുക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലുള്ളതാണ് ചോദിച്ചത്? ആഹ്വാനത്തെ കുറിച്ച് മാത്രമാണ് ചോദിച്ചത്. പുരുഷനും വിങ്കളായിട്ടുള്ള ഏത് ക്രയവിക്രയങ്ങളും ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ്. ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ്. അത് 6-ാം നൂറ്റാണ്ടെന്നോ 5-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. അതിന് വിരുദ്ധമായി ഇപ്പോൾ അല്പവസ്ത്രം ധരിച്ചു നടക്കുന്ന വിശ്വാസത്തിന്റെ ഭാഗമായി അവരോട് നിങ്ങൾ അല്പവസ്ത്രം ധരിക്കുന്നത് പറയുന്നുണ്ടോ? ഇല്ല. ഇസ്ലാമിന്റെ നിയമം എന്താണ്? പുരുഷന്റെ വസ്ത്രമുണ്ട്, സ്ത്രീക്ക് സ്ത്രീ വസ്ത്രമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിവസ്ത്രരായിട്ട് നടക്കാം വിശ്വാസത്തിന്റെ ഭാഗമായിട്ട്. അതൊക്കെ നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ അത് തെറ്റാണ് എന്നാണ്. വിവസ്ത്രരായി നടക്കാൻ പറഞ്ഞത് തെറ്റാണ്. അന്യ സ്ത്രീ പുരുഷൻ തെറ്റാണ്. ഓരോ വ്യക്തിക്കും മൗലിക അവകാശം നൽകുന്നുണ്ട്. വസ്ത്രധാരണവും അഭിപ്രായ സ്വാതന്ത്ര്യവും മതവിശ്വാസവും സഞ്ചാര സ്വാതന്ത്ര്യവും ഭരണഘടനയിൽ ഒരു വ്യക്തിക്ക് ഒരു പൗരന് മൗലിക അവകാശം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അനുവദിച്ച് നൽകിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതിന്റെ മുകളിൽ ഒരാൾക്കും വിലക്ക് കൽപ്പിക്കാനോ അല്ലെങ്കിൽ തെറ്റൂല പുറപ്പെടുവിക്കാനോ കഴിയില്ല. ആഹ്വാനം നടത്താം എന്ന് മാത്രമേ. സൗദി അറേബ്യയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സൽമാൻ രാജകുമാരൻ 2017 ശേഷം നടത്തിയ അവിടുത്തെ പുരോഗമനപരമായ എത്രയോ തീരുമാനങ്ങൾ നമുക്കറിയാം. 2018 ലൈസൻസ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. 2019 വിസ എടുത്ത് 21 വയസ്സ് പൂർത്തിയായ ഒരു വനിതയ്ക്ക് ഒരു പുരുഷന്റെ ഒപ്പമല്ല ഒരു പുരുഷ രക്ഷാർത്താവിന്റെ സാന്നിധ്യമോ സഹായമോ ഇല്ലാതെ വിദേശത്തേക്ക് പോകാൻ അനുവാദമുണ്ട്. അതേപോലെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും അടക്കം ഒരു പുരുഷന്റെ സാക്ഷ്യപ്പെടുത്തലില്ലാതെ അവിടെ ചികിത്സയ്ക്ക് സൗകര്യമുണ്ട്. അങ്ങനെ വിഷൻ 2030 എന്ന് പറയുന്ന സ്ത്രീകളുടെ അടക്കം തുല്യതയിലേക്ക് ഒരു പരിധിവരെയെങ്കിലും കൊണ്ടുവരാൻ സൗദി അറേബ്യ പോലെ ഒരു രാജ്യം പോലും തീരുമാനിക്കുകയും അവിടെ ജെൻഡർ ഇക്വാളിറ്റി റേറ്റിൽ 146 നിന്ന് 126 വളരെ വേഗം വരികയും ചെയ്ത കാലത്താണ് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് കേരളം പോലെ സാക്ഷര കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഇത്തരം തെറ്റൂരങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു മിനിമം ബോധ്യങ്ങൾ ഉണ്ടാവണ്ടേ? കാന്തൂർ ഉസ്താദിന്റെ കാർഡ് വെച്ചാണ് നമ്മൾ ഈ പ്രോഗ്രാം തന്നെ നടത്തുന്നത്. കാന്തൂർ ഉസ്താദ് കേരളത്തിൽ സ്കൂൾ യുവജനോത്സവം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി പങ്കാളിത്തമുള്ള കലാമേള എന്നറിയോ? SSFന്റെ സാഹിത്യോത്സവമാണ്. അത് മനസ്സിലാക്കണം. പിന്നെ സിനിമ എന്നൊക്കെ സിനിമയുടെ ചർച്ച വന്നു. സിനിമ എന്ന കലാവിഷ്കാരത്തെ ഇസ്ലാം തിരസ്കരിക്കുന്നത് വേറൊന്നുകൊണ്ടല്ല. മനുഷ്യന്റെ ഈ വിഷനിലൂടെ മനുഷ്യൻ കാണുന്ന പലതും മനുഷ്യന്റെ ഹൃദയത്തിൽ വല്ലാത്ത നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ്. ഇന്നലെ നിങ്ങൾക്ക് കണ്ടാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഏഷ്യാനെറ്റിന്റെ തന്നെ ന്യൂസിലാണെന്ന് തോന്നുന്നു. ഒരു സ്കൂളിൽ കുട്ടി വിവസ്ത്രനായി യാത്ര ചെയ്തു. സ്കൂളിന്റെ എല്ലാ മേഖലകളിലൂടെയും വിവസ്ത്രനായി യാത്ര ചെയ്തു. ടീച്ചേഴ്സ് ഏഷ്യാനെറ്റ് കൊടുത്ത അഭിമുഖത്തിൽ എന്താ പറഞ്ഞത്? അല്ലു അർജുനന്റെ പുതിയ സിനിമ കണ്ട് അതിൽ നിന്ന് ഇൻസ്പയർ ആയിക്കൊണ്ട് കുട്ടി അങ്ങനെയാണ്. അതുപോലെ തന്നെ മോഹൻലാലിന്റെ ഒരു ചിത്രം 2 കൊല്ലം ആയുള്ളൂ. ഒരു ചിത്രം അത് ചിത്രത്തിന്റെ പേര് പറയുന്നില്ല. ആ ചിത്രം കഴിഞ്ഞതിന് ശേഷം നടന്ന കൊലക്കൊക്കെ നിങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള വാർത്താ ചാനൽ വന്നത് ദൃശ്യം മോഡൽ കൊലപാതകമാണ്.
അപ്പൊ ഇസ്ലാം കലകൾക്കും ആരോഗ്യ സംരക്ഷണത്തിനും സാഹിത്യത്തിനും എതിരല്ല, മനുഷ്യർക്ക് അനുഗുണമാകണം. അല്ല, ഓരോ കലാസൃഷ്ടിയും ഓരോ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. സിനിമ പാപം അതാണ് ഒരു ചിന്ത. ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുള്ള താങ്കളുടെ വാദമാണ്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ പുരോഹിതരൊക്കെ ഇതേപോലെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ഒക്കെ നടത്തുന്ന ആഹ്വാനം അതേപോലെ ഇവിടുത്തെ ജനങ്ങൾ അങ്ങോട്ട് നിറവേറ്റാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇത് ഏത് രാജ്യമായി മാറുമായിരുന്നു? അത് വ്യക്തിഗതമല്ലേ? അത് വ്യക്തിഗതമല്ലേ? ഞങ്ങൾ പറയുന്നത് ഏത് കലയും ഏത് സാഹിത്യവും ജനങ്ങൾക്ക് ഉപകാരപ്പെടണം. ഏത് കലയും ഏത് സാഹിത്യവും ജനങ്ങൾക്ക് ഉപകാരപ്പെടണം. പാട്ടിനെതിരാണെങ്കിൽ ഈ കാണൂർ സംഘടന പോലത്തെ സംഘടന സാഹിത്യോത്സവം പോലത്തെ സംഘടന നടത്തുന്ന ആവശ്യമില്ലല്ലോ. അതൊക്കെ ഔദാര്യമല്ലല്ലോ. മനുഷ്യൻ ഇത്ര ദുർബലാണോ ശ്രീ സുഹൃത്ത്? ഇങ്ങനെ എന്തെങ്കിലും ഒരു കലാരൂപം കണ്ടാൽ, ഒരു നിഴൽവട്ടം കണ്ടാൽ, ഒരു ശബ്ദം കേട്ടാൽ അപ്പൊ തന്നെ അവന്റെ സ്വത്തവും അവന്റെ നിയന്ത്രണവും ഒക്കെ പോകുന്ന അത്ര ദുർബലാണോ മനുഷ്യൻ? ആളുകൾ തിരസ്കരിക്കുന്നു എന്ന് സുരേഷ് ഞാൻ ഇവിടെ സുഹറ ടീച്ചർ പറഞ്ഞു, സുഹറ മേഡം പറഞ്ഞു, അതിന്റെ ഒരു വാക്ക് പറഞ്ഞു. അതുകൂടി ഞാൻ ഷിനാസിന്റെ വാക്കിന് പോകുന്നതിന് അതുകൂടി ഞാൻ പറയാം. അവർ പറഞ്ഞു ഇങ്ങനെ കുറെ ആളുകൾക്ക് പിരിവെടുത്തിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതുകൊണ്ട് അവർ പറയുന്നതെല്ലാം ഞങ്ങൾ കേൾക്കണമെന്നാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ജനം അവർ അംഗീകരിക്കുന്ന ഈ യാഥാസ്ഥിക സമൂഹം, ഇസ്ലാമിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമൂഹം അവർ പറയുന്ന വാക്കിന് കാതോർക്കുന്നുണ്ട്. പിരിവെന്നുള്ള വാക്കൊന്നും സുഹറ പറഞ്ഞില്ല. നല്ലവരായ ആൾക്കാർ നൽകുന്ന സംഭാവന കൂടി ചേർത്തുകൊണ്ട് വിദ്യാഭ്യാസത്തിന് സൗകര്യം ഒരുക്കുന്നു. അതുകൊണ്ട് മുഴുവൻ പേരുടെയും വിദ്യാഭ്യാസത്തിന്റെ ഒരു അവകാശം അവർ പേരേണ്ടതില്ലെന്നാണ് ലിബറലുകൾക്ക് ഒപ്പം ഇസ്ലാം ഇവർ ലിബറൽ ചിന്താഗതിക്കൊപ്പം ഇസ്ലാം നടക്കണമെന്നാണ്. എല്ലാ മതങ്ങളും അതിന്റെ മൂല്യം നോക്ക്. ഹൈന്ദവ സംസ്കാരത്തിൽ ഹൈന്ദവ മതത്തിനെ നോക്കി അതിനകത്ത് നല്ല ശതമാനം ആളുകളും ഈ ലിബറലായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിന് കൃത്യമായ ഒരു സ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ട് ഹൈന്ദവ സംസ്കാരത്തിൽ ഹൈന്ദവ മതത്തിനെ നോക്കി അതിനകത്ത് നല്ല ശതമാനം ആളുകളും ഈ ലിബറലായിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിന് കൃത്യമായ ഒരു സ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ട് ഇസ്ലാം അങ്ങനെ വേറെ ഒന്നുമില്ല. സുഹൃത്ത്, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഏത് മതത്തിൽ നിന്നാണെങ്കിലും മനുഷ്യരുണ്ട്. പുതിയ കാലത്ത് മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിക്കുന്ന കാലത്ത് മതവിശ്വാസത്തെ ബഹുമാനിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ വാദങ്ങൾ നിരത്തി കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്യപ്പെടും. കാരണം നമ്മുടെ പിന്നിൽ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കടന്നു വരുന്നത് ശാസ്ത്രബോധമുള്ള ദൈവവിശ്വാസമുള്ളവരടക്കമുള്ള ഒരു വലിയ തലമുറയാണ്. അവരെ ഇങ്ങനെ മുന്നിൽ നമ്മൾ ഈ പറയാറില്ലേ, ദേശീയപാതയിലൊക്കെ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ കടന്നു വരുമ്പോൾ ഈ വയലിന്റെ കരയിൽ നിന്നൊക്കെ വന്ന് ചിലർ ഇങ്ങനെ ഇപ്പോൾ തടഞ്ഞു കളയുമെന്ന് വെച്ചത് ഞാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമല്ല ഏത് വിഭാഗമാണെങ്കിൽ പോലും അത്രമാത്രം ഒരു പുരോഗമനത്തിന്റെ ഒഴുക്ക് വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ വാക്കുകൾ കൊണ്ടോ വചനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വാദങ്ങൾ കൊണ്ടോ സാധിക്കില്ല എന്നുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു അന്തിച്ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം പിന്നെ അന്തിച്ചർച്ചകളിൽ പോയിരിക്കാറുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ മതം മനുഷ്യനായിട്ട് രൂപീകരിച്ചാണ്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ എന്താണ്, ആ കുട്ടി കുഴൽക്കിണറിൽ പോയതിൻ്റെ അകത്ത് മതത്തെക്കുറിച്ച് പുള്ളി പറയുന്നു, വിശ്വാസം, ഇതെല്ലാം പറഞ്ഞ ഇവര് ഇപ്പം ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഇസ്ലാം പറയും ഇസ്ലാമിന്റെ മതമാണ് വലുത്, ഹൈന്ദവർ പറയും ഹൈന്ദവ മതവിശ്വാസമാണ് വലുത്, ക്രൈസ്തവർ പറയും ക്രൈസ്തവ മതവിശ്വാസമാണ് വലുത്. അവിടെ അടിയാവും. ഇനി ഒരു മതവിഭാഗത്തെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് എല്ലാ ക്രിസ്ത്യൻ എടുത്താലും ഹിന്ദു എടുത്താലും മുസ്ലിം എടുത്താലും വീണ്ടും അതിനകത്ത് സബ് ഡിവിഷൻസ് ഉണ്ട്. അവരോട് ചോദിച്ചാൽ ഏത് സബ് ഡിവിഷനാണ് നല്ലതെന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും? അവിടെ തുടങ്ങും അടി. ദൈവം ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കിടന്ന് ബുദ്ധിമുട്ടുന്നത്. അത് ഇസ്ലാം മതമാണെന്നും സ്ഥാപിക്കാൻ അദ്ദേഹം വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും ഞങ്ങൾ ഇതാരോടും പറയുന്നില്ല, ഞങ്ങൾ ആരിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ഇവിടെ സന്തോഷ് ജോർജ് കുളങ്ങര ഈ ഒരു ഇന്റർവ്യൂവിൻ്റെ അകത്ത് അദ്ദേഹം സംസാരിക്കുക, സന്തോഷ് ജോർജ് കുളങ്ങര ഇസ്ലാമിനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഹിന്ദു മതത്തെ ഒന്നും പറഞ്ഞിട്ടില്ല, ക്രൈസ്തവ മതത്തെയും ഈ മൂന്ന് മതത്തെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഈ ഉസ്താദ് എന്നും മതപുരോഹിതനെന്ന് അവകാശപ്പെടുന്ന ഇയാൾ ഈ ടോപ്പിക് എടുത്ത് സന്തോഷ് ജോർജ് കുളങ്ങരക്കിട്ട് താങ്ങാൻ നോക്കുമ്പം ഇയാൾ ആരാന്ന് പോലും സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് അറിയത്തില്ല. ഇയാൾ ഈ ടോപ്പിക് എടുത്ത് ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ മതവിശ്വാസത്തെ പ്രൊട്ടക്ട് ചെയ്യാനും അതിനൊപ്പം തന്നെ ഇസ്ലാമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇതാണ്. ഇസ്ലാം മതത്തിൽ എപ്പോഴും മരണശേഷം സ്വർഗം കിട്ടുന്നത്, മരണശേഷം സ്വർഗം, സുന്ദരികളായ യുവതികൾ, പാൽപ്പുഴ, തേൻപുഴ, എന്തൊക്കെയാണ് ഇവിടെയെല്ലാം മരണശേഷം കിട്ടുന്ന കാര്യമാണ് ദേഹവും ഇസ്ലാം മതത്തെ വിശ്വാസത്തിന് ഞാൻ പറയുന്നു. എന്നാൽ പിന്നെ ജനിക്കുമെന്നുണ്ടെങ്കിൽ മരിച്ചാൽ മതി. ഇവരൊക്കെ ഭക്ഷിക്കുന്നത് മതമാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വയനാട്ടിലൊക്കെ നമുക്കറിയാം ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പം എത്ര കുടുംബം ഭൂമിക്കടിയിലോട്ട് വീടോട് കൂടിപ്പോയി, എത്ര പേര് രക്ഷപ്പെട്ടു. അപ്പോഴും ആ ഭൂമിക്കടിയിലോട്ട് പോയതിൻ്റെ അകത്ത് ഇസ്ലാം മതവിശ്വാസിയും ഹൈന്ദവ മതവിശ്വാസിയും ക്രൈസ്തവ മതവിശ്വാസികളും ഉണ്ട്. അവിടെ ആരും ഒരു മതങ്ങളോ ദൈവങ്ങളോ ആരും രക്ഷിക്കാൻ വന്നില്ല. അവിടെ സർവീസിനായിട്ട് വന്ന ആൾക്കാർ, മിലിറ്ററി അല്ലാതെ പൊതു സർവീസുമായിട്ട് വന്ന ആൾക്കാർ, എക്സ് മിലിറ്ററി അല്ലാതെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും കൈയും കൂപ്പി പിടിച്ച് തിരിയും കത്തിച്ച് അല്ലെ വിളക്കം കത്തിച്ച് ദൈവത്തോട് അവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിൽ ആര് വന്ന് അവിടെയൊക്കെ സഹായിക്കാനും മറ്റും വരും. കുറച്ച് ആൾക്കാർ ഇന്ന് പ്രാർത്ഥിക്കും, കുറച്ച് ആൾക്കാർ പോയി സർവീസ് ചെയ്യും. പ്രാർത്ഥിക്കുന്ന ആൾക്കാർ പറയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് അവർ പോകുന്നത്. ഒരു 100 പേര് മരണപ്പെട്ട അതിനകത്ത് ഒരാൾ രക്ഷപ്പെട്ടാൽ ദൈവാനുഗ്രഹമാണ് ഒരാൾ രക്ഷപ്പെട്ടു. ഉത്തരാഖണ്ഡിൽ ഒരു മാസം പോലും ആയിട്ടില്ല ലാൻഡ് സ്ലൈഡിൽ മരണപ്പെട്ടു പോയവരുടെ ബോഡി ഭൂമിക്കടിയിലോട്ട് വീടും ഒരു ഗ്രാമം തന്നെ പോയിട്ടുണ്ട്. ആ ഗ്രാമം ഒന്നും എവിടെയാണെന്ന് പോലും അറിയാൻ മേലാത്ത രീതിയിൽ പോയിട്ടുണ്ട്. അങ്ങോട്ടൊന്നും മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്താൻ പോലുള്ള സൗകര്യങ്ങളില്ല. കേരള ആയതുകൊണ്ട് JCB വന്ന് മണ്ണൊക്കെ മാറ്റി നോക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. നാട്ടുകാരും ഒക്കെ സഹായത്തിന് വന്നു. അങ്ങോട്ടായപ്പോൾ ആരുമില്ല. 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഭൂമിക്കടിയിൽ എത്രയോ പേർ, ഒരു ഗ്രാമം തന്നെ. അവിടെ ഉണ്ട് ഇസ്ലാം മതവിശ്വാസിയും ക്രൈസ്തവ മതവിശ്വാസിയും ഹിന്ദു മതവിശ്വാസികളൊക്കെ. ഒരു മതമോ ഒരു ദൈവമോ അവിടെ ആരും രക്ഷിക്കാൻ വന്നില്ല. സമൂഹത്തിൽ നമുക്ക് വേണ്ടത് നമ്മുടെ അയൽവാസി അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിനെ സഹായിക്കുന്നതിന് നമ്മളവരുടെ ഇസ്ലാം മതവിശ്വാസവും ഹൈന്ദവ മതവിശ്വാസവും ക്രൈസ്തവ മതവിശ്വാസവും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക, അത്രയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഒരു രാജ്യത്ത് ജീവിക്കുമ്പം അവിടെ ഈ മതം പറയുന്ന റൂൾസ്, ആ
അതും വെച്ചുകൊണ്ട് ജീവിച്ചിട്ട് എന്ത് കിട്ടാൻ നമുക്ക്? നമ്മൾ എന്തൊക്കെ വാശി പിടിച്ചാലും ഒടുവിൽ ആ രാജ്യത്തിൻ്റെ നിയമത്തിന് നമ്മൾ വഴങ്ങേണ്ടി വരും. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കാതെ കുറേ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇയാളെ പോലെയുള്ള പരിപാടി സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും മതത്തിനെതിരായിട്ട് പറയുന്നുണ്ടോ, ഇസ്ലാമിനെതിരായിട്ട് പറയുന്നുണ്ടോ? ഇനി വഴിയെ പോകുന്ന എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അതെന്നെ ഉദ്ദേശിച്ചാൽ പറഞ്ഞാൽ, അതെന്നെ ജഗതി മറ്റേ പടത്തിൽ പോയി അതെന്നെ ഉദ്ദേശിച്ച പറഞ്ഞാൽ, എന്നെ മാത്രം ഉദ്ദേശിച്ച പറഞ്ഞാൽ, ആ പരിപാടിയാണ് ഇയാളുടെ പരിപാടി. ഇമാതിരി നമ്പറൊക്കെ ആയിട്ട് എത്ര നാൾ പിടിച്ചു നിൽക്കും ഈ ഫീൽഡിൽ? ആരൊക്കെ എന്തൊക്കെ പിടിച്ചു നിർത്തിയാലും മതവിശ്വാസങ്ങൾ അതിൽ നാൾ മുമ്പോട്ട് പോകത്തില്ല. അത് ഇസ്ലാമാണെങ്കിലും ഹൈന്ദവ മതമാണെങ്കിലും ക്രൈസ്തവ മതമാണെങ്കിലും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ട്രോൾ കിട്ടുന്നത് ഇസ്ലാം മതത്തിനാണ്, രണ്ടാമത് ഹൈന്ദവ മതം, മൂന്നാമത് ക്രൈസ്തവ മതം. ഇതിങ്ങനെ ആരാണ് ഒന്നാമൻ, ആരാണ് രണ്ടാമൻ, ആരാണ് മൂന്നാമൻ, ഇതിങ്ങനെ മാറി മാറി ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളെന്തെങ്കിലും മതത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉടനെ കമന്റ് ബോക്സിൽ നീ ആരോടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, ഇസ്ലാമാണോ? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ വീഡിയോകൾ പ്രദർശിപ്പിക്കുന്നത്, ഈ മതത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ പ്രദർശിപ്പിക്കുന്നത് ഈ മതവിശ്വാസികൾ തന്നെയാണ്. മുഖ്യധാര മാധ്യമങ്ങളിൽ വരുന്ന ഇവരുടെ പ്രസ്താവനകൾ ഇവർ തന്നെ പുറത്തോട്ട് വിടുന്നതാണ്. നമ്മളിതിനെക്കുറിച്ച് സംസാരിച്ച് അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. എന്നാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ A to Z അവിടെ വന്ന് കമന്റ് അടിക്കാനും വിമർശിക്കാനും മുമ്പിൽ നിൽക്കുന്നത് ഈ മുസ്ലിം മതവിശ്വാസികൾ. ഇയാളെപ്പോലുള്ള ഉസ്താദെന്നും മതപുരോഹിതനെന്നൊക്കെ അവകാശപ്പെടുന്ന ആൾക്കാർ വഴിയെ പോകുന്ന എല്ലാ സാധനവും ഏണി വെച്ച് കയറി പിടിച്ച് ഞാൻ പറഞ്ഞ പോലെ ഇതെന്നെ ഉദ്ദേശിച്ച എന്നുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ഇയാളാരെന്നറിയത്തില്ല, ഇവിടെ ഇസ്ലാമിനെ പേരെടുത്ത് അയാൾ പറയുന്നുമില്ല, ഒരു മതത്തിൻ്റെയും പേരെടുത്ത് പറയുന്നില്ല. കോമൺ ആയിട്ട് പുള്ളി പറയുന്നതെല്ലാം ഞങ്ങളെയാണ് എന്നുകൊണ്ട് കയറി പിടിച്ചിട്ട് ഏഷ്യാനെറ്റിന് കൊട്ടപ്പടി കിട്ടി. അതിനുശേഷം പിന്നെ ഏഷ്യാനെറ്റിലോട്ട് പോകുന്നില്ല. ഇയാളുടെ സംബന്ധിച്ചൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിരുന്നു, അത് ഡിലീറ്റ് ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ വന്ന് എന്നോട് എപ്പോഴും കമൻറ്റ് ബോക്സിൽ ചോദിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇയാൾ തന്നെയാണെന്ന് തോന്നി, ഇയാളുടെ മറ്റൊരു അക്കൗണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. അതിൻ്റെ ഇടയ്ക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് സംസാരിക്കുന്നവരോട് പലരോടും ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഈ ദൈവവിശ്വാസം എന്താണ്, ഭക്തി, ദൈവം എന്താണ് ഒരു കാലഘട്ടത്തിൽ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. നമുക്ക് ജീവിതം മുമ്പോട്ട് പോകുന്ന സമയത്ത് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വന്ന സമയത്ത് നമുക്കൊരു താങ്ങും തണലായിട്ട് നമ്മളെക്കാളും ശക്തിയുള്ള ഒരു വ്യക്തി നമ്മൾ മനുഷ്യനായിട്ട് തന്നെ രൂപീകരിച്ചാണ് ഹൈന്ദവ മതവും ക്രൈസ്തവ മതവും ഇസ്ലാം മതമൊക്കെ. ചില കഥാപാത്രങ്ങൾ അവിടെ രൂപീകരിച്ചു. ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ വിശ്വസിച്ചു, സ്നേഹിച്ചു. ഈ കഥാപാത്രങ്ങൾക്കൊക്കെ വലിയൊരു സ്ക്രീൻ പ്ലേ തന്നെ നമ്മൾ ഉണ്ടാക്കി. ഇതൊക്കെ എന്തിനാണ്? മനുഷ്യൻ സ്വസ്ഥതയും സമാധാനമായിട്ട് ജീവിച്ചു പോകാൻ വേണ്ടി. മനുഷ്യന് ഇതൊന്നും ഇല്ലെന്നുള്ളൊരു ഭയമില്ലാതെയാവും. അന്നൊന്നും നിയമമില്ലാത്തൊരു കാലഘട്ടം. ഒരാളുടെ സ്വത്ത് സംരക്ഷിക്കപ്പെടാൻ, ഒരാളുടെ കുടുംബജീവിതം സംരക്ഷിക്കപ്പെടാൻ, ഒരാൾ മറ്റൊരാളോട് നല്ല രീതിയിൽ പെരുമാറാൻ, ഭൂമിയിൽ ജീവിക്കുമ്പം സമൂഹത്തിൽ നല്ല രീതിയിൽ പെരുമാറാൻ, സമൂഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒക്കെയായിട്ട് മതനിയമങ്ങളുണ്ടാക്കി. ആ മതത്തിൻ്റെതായ ചില നിയമത്തിന് തുല്യമായ ചില കാര്യങ്ങൾ അവർ രൂപീകരിച്ചെടുത്തു. പക്ഷേ മനുഷ്യനെന്ത് ചെയ്തു? മനുഷ്യനെ തമ്മിൽ വേർതിരിക്കാനുള്ള ഹൈന്ദവൻ, ക്രൈസ്തവൻ, ഇസ്ലാം, മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വേർതിരിവില്ലല്ലോ. മനുഷ്യന് ഒറ്റ പറഞ്ഞുള്ളൂ, വേർതിരിക്കേണ്ട ആവശ്യമില്ല. നമ്മളങ്ങ് വേർതിരിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടർ, നിങ്ങളുടെ കൂട്ടർ, ഞങ്ങളുടെ പെണ്ണുങ്ങൾ, നിങ്ങളുടെ പെണ്ണുങ്ങൾ, ഞങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ വിശ്വാസം, അങ്ങ് വെറുതെ തുടങ്ങി തമ്മിലങ്ങ് അടിയെ. ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത് ഈ മതത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ്. ഏത് യുദ്ധം എടുത്താലും, ഏത് കലാപം എടുത്താലും അതിൻ്റെ എല്ലാം പിന്നിൽ ഈ മതം തന്നെയാണ്. ഈ ഭൂമിയിൽ ജനിക്കുമ്പം നമുക്ക് ആരും മതം കൊണ്ട് തന്നിട്ടില്ല. നമ്മൾ കോമൺ സെൻസ് യൂസ് ചെയ്യുക. മരിക്കുമ്പോഴും നാട്ടിൽ മരിക്കുകയാണെന്ന് പറയാൻ നമുക്ക് മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ നമുക്ക് നടത്താം. ഗുജറാത്തിൽ ഫ്ലൈറ്റ് തകർന്നു പോയി, മൊത്തം ഭസ്മം പോലെയായി. ആ സമീപത്തുള്ള വഴിയെ നടന്നു പോകുന്ന ആൾക്കാരോട് ഉൾപ്പെടെ ഭസ്മമായിപ്പോയി. അവരെ കൊണ്ട് ദഹിപ്പിക്കാനോ കുഴിച്ചിടാനോ ഒന്നും പറ്റില്ലല്ലോ. അസ്ഥി എവിടെ നിന്ന് കിട്ടാൻ വേണ്ടിയാണ്? ഒന്ന് കോമൺ സെൻസ് ആലോചിച്ച് നോക്കി. അപ്പോൾ അവരെല്ലാം നരകത്തിലോട്ട് പോവോ? ഈ മതാചാര പ്രകാരമുള്ള ശവസംസ്കാരം നടക്കാത്തതുകൊണ്ട് അവർ നരകത്തിൽ പോവോ? ഇങ്ങനെയുള്ള ചിന്തകൾ മാറ്റുക. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക. നമ്മുടെ ഒരു സുഹൃത്ത്, അയാൾ ഇസ്ലാം ആണെങ്കിലും ഹൈന്ദവനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും ആവശ്യത്തിൽ സഹായിക്കുക. അതിന് കൂടുതലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ അന്യമതസ്കരായ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവരെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം കടമ്പകളാണ്. സ്വന്തം വീട്ടുകാരെ ബോധ്യപ്പെടുത്തണം, കല്യാണം കഴിക്കുന്ന പെണ്ണിൻ്റെ വീട്ടുകാരെ ബോധ്യപ്പെടുത്തണം. പിന്നെ കല്യാണത്തിന് ശേഷം പെണ്ണ് മതം മാറുമോ എന്നുള്ള കാര്യത്തിൽ ചെറുക്കൻ്റെ കൂട്ടൻ്റെ സംശയം, പെണ്ണിൻ്റെ കൂട്ടർ മതം മാറി ചെറുക്കൻ്റെ കൂട്ടരിലോട്ട് പോകുമെന്നുള്ള പെണ്ണിൻ്റെ കൂട്ടരുടെ സംശയം, അതിൽ ഭയം ചെറുക്കൻ്റെ കൂട്ടരും പെണ്ണിൻ്റെ കൂട്ടരും തമ്മിൽ അടിക്കും. ഈ മതം എന്ന സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യരൊക്കെ എന്ത് സ്വസ്ഥതയും സമാധാനമായിട്ട് പോകും. ഈ ഉസ്താദെന്നും ഈ മതപുരോഹിതനൊക്കെ അവകാശപ്പെടുന്ന ഇയാളുണ്ടല്ലോ, ഇവരുടെ മതത്തിലാണ് ആദ്യം ഈ ക്യാമറ തന്നെ ഇവർക്ക് വിരുദ്ധമായിരുന്നു. ഫോട്ടോ വിരുദ്ധമാണ്, പാട്ട്, അതൊക്കെ അവർക്ക് ഒരിക്കലും ചിന്തിക്കാവുന്നൊരു കാര്യമില്ല. ഇന്നിപ്പം ഇയാൾ തന്നെ ഈ സംസാരിക്കാൻ വേണ്ടി വന്ന് മുമ്പിൽ നിൽക്കുന്ന ഒരു ക്യാമറയുടെ മുമ്പിലാണ്. പൊട്ടക്കുളത്തിൽ കിടക്കുന്ന തവളയുടെ പ്രശ്നം എന്താ? കുളമാണ് എൻ്റെ ലോകം, കുളത്തിൻ്റെ അപ്പുറത്ത് കടലുണ്ട്, അല്ലെങ്കിൽ കായൽ കാണും. തവളയ്ക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. തവള എപ്പോഴും എൻ്റെ കുളം, എൻ്റെ സാമ്രാജ്യം, എൻ്റെ ആൾക്കാർ, അതാണ് പ്രശ്നം. സ്വയം ചിന്തിക്കുക താൻ എവിടെയാണ് നിൽക്കുന്നുള്ളൂ. പുളകിതരാകുന്ന മതവിശ്വാസികൾ കമന്റ് ബോക്സിൽ മുഴുവൻ ഉസ്താദ് തക്കതായ മറുപടി കൊടുത്തു. ഉസ്താദ് പറഞ്ഞ കറക്റ്റാണ്. സമൂഹത്തിനും
പുതുതലമുറയ്ക്കൊക്കെ ഇവരെന്താ കൊടുക്കുന്നത്? കണ്ടുപിടിച്ചത് മനുഷ്യനാണ്. ആ കാലഘട്ടത്തിൽ കൂടെ നമ്മൾ ജീവിക്കുമ്പോഴാണ് രാവിലെ ദിവസം തുടങ്ങുന്നത് ഈശ്വര പ്രാർത്ഥന, പിന്നെ അടുത്ത് സയൻസ് പഠിപ്പിക്കും. ഇസ്ലാം മതം പറയും ഈ ഭൂമിയിലുള്ള കണ്ടുപിടുത്തങ്ങളും ഈ ഭൂമിയിലുള്ള സയൻസും ഒക്കെ ഇസ്ലാമിൻ്റെയാണ്. ഹൈന്ദവ മതം പറയുന്നത് ഹനുമാൻ ചന്ദ്രനിൽ പോയ കാര്യങ്ങളും, ക്രൈസ്തവരാകുമ്പോൾ ഈശോ, എല്ലാ ഈശോയുടെ കണ്ടുപിടുത്തങ്ങൾ പോലും ഇവർ അംഗീകരിക്കത്തില്ല. ഈ മതത്തിൻ്റെ പുരോഹിതന്മാർ അവരെ സംബന്ധിച്ച് ഭൂമിയിലുള്ള എല്ലാ കണ്ടുപിടുത്തവും ഞങ്ങളുടെ ദൈവം. ഏറ്റവും വലിയ കോമഡി, നമ്മൾ മതം ഇല്ലെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കൂടി പറയും മതം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യും. പിന്നീട് ഏത് മതത്തിലെ ദൈവമാണ് വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാം. എൻ്റെ മതം, എൻ്റെ ദൈവമാണ്, നിന്റെ ദൈവത്തെക്കാളും ശക്തി കൂടുതൽ എൻ്റെ ദൈവത്തിന്, എൻ്റെ ദൈവം പറക്കും, എൻ്റെ ദൈവത്തിന് ആ കഴിവുണ്ട്, ചന്ദ്രൻ കണ്ടുപിടിച്ച എൻ്റെ ദൈവം, ഞങ്ങളുടെ സ്വർഗ്ഗത്തിൽ പോയി കഴിയുമ്പോൾ പാൽപ്പൊടിയുണ്ട്, തേൻപൊടിയുണ്ട്, ഞങ്ങളുടെ ദൈവം അവിടെ പോയി സ്വർഗ്ഗത്തിൽ മാതാകന്മാരുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെ തന്നെ സബ് ഡിവിഷനാണ്. ഇവർ പറയുന്ന അവരുടെ നമുക്കങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ വേറെയാണ്. ആദ്യം ഈ മതം എന്ന് പറയുന്ന സാധനം എടുത്ത് ദൂരെ കളഞ്ഞാലേ ഉള്ളൂ മനുഷ്യൻ നന്നാവുള്ളൂ. അത് ചെയ്യില്ല. ഈ മതം ഒരു തൊഴിലായിട്ടാണ് അവർ കൊണ്ടു നടക്കുന്നത്. പിന്നെ ഇതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കമ്മ്യൂണിറ്റി ബിസിനസ്. നാളെ മുതൽ മതം ഇല്ലെന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം കഞ്ഞൂടി മുട്ടും. ഗൂഗിൾ പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇത്രയ്ക്കും പ്രശ്നം ഉണ്ടാകത്തില്ല. അത്രയ്ക്കും തൊഴിൽ പ്രശ്നം നേരിടുന്ന ഏരിയയാണ്. നാളെ മുതൽ മതം എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാരുടെ ഞഞ്ഞം മുട്ടും. അതാണ് കറക്റ്റ്. ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.